لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. الله سبحانه وتعالى നമ്മുടെ സൂചന കബൂലാക്കുമാറാകട്ടെ. നമ്മുടെ ഇബാദത്തുകളും സൽക്കർമ്മങ്ങളും അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ പാപങ്ങളും കുറവുകളും വീഴ്ചകളും അല്ലാഹു മുഴുവനും മാപ്പാക്കി സജ്ജനങ്ങളിലും മുത്തഖീങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളുടെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന രോഗങ്ങളിൽ കഴിയുന്ന മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായി ശിഫയും സലാമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളുടെ മരണപ്പെട്ടു പോയ മുഴുവൻ പേർക്കും അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികൾ, ചൂടുകാലത്ത് പാമ്പിൽ ബന്ധമുണ്ടെന്നുള്ളത് ചൂടുകാലം വാർത്തകൾ മുഴുവൻ അതാണ്. ചൂട് പാമ്പ് ചൂട് സമയങ്ങളിൽ പാമ്പുകൾ അവിടെ എസി റൂമിൽ എങ്ങനെയാണോ പാമ്പുകൾ ചൂട് കാരണമായിട്ട്, അസഹ്യമായ ചൂട് കാരണമായിട്ട് അവരുടെ പാറക്കെട്ടുകളിൽ നിന്നും അതുപോലെ തന്നെ ദൂരങ്ങളിൽ നിന്നുമൊക്കെ ബുക്കിൽ നിന്നുമൊക്കെ പുറത്തേക്ക് വന്ന് ജനവാസ കേന്ദ്രങ്ങളിലേക്ക് നമ്മളെ പോലുള്ള ഗ്യാസിലേക്ക് കിടക്കുമ്പോഴും അതുപോലെ തന്നെ മറ്റു തണുപ്പ് സ്ഥലങ്ങളിലൊക്കെ കിടക്കുന്ന സൈഡ് അതുപോലെ തന്നെ തണുത്ത പ്രദേശങ്ങളിലേക്ക് പിന്നെ അതെന്ത് ചെയ്യും വന്ന് കിടക്കും. അപ്പോൾ നമുക്ക് നാമാണ് ഒരു പക്ഷേ അതിനെ ഇങ്ങോട്ട് അടുപ്പിക്കുന്നതെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഒന്ന്, നമ്മുടെ വീട്ടിലെ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ബാക്കി വരുമ്പോൾ നമ്മുടെ മുറ്റത്തേക്ക് ഒഴിക്കാറുണ്ട്. സ്വാഭാവികമായിട്ടും എലികളും മറ്റും അത് കഴിക്കാൻ വേണ്ടി നമ്മുടെ മുറ്റത്തേക്ക് വരും. അപ്പൊ കോടിനാശാല ഈ പാമ്പവും ആ ഭക്ഷണം പിന്നെ ഈ എലികളെ ഭക്ഷണമാക്കാൻ വേണ്ടി അങ്ങനെ നമ്മുടെ ചെയ്തികൾ കൊണ്ട് ഒരു പക്ഷേ പാമ്പുകളെയൊക്കെ നമ്മുടെ മേഖലയിലേക്ക് നാം തന്നെ അടുപ്പിക്കാറുള്ളതാണ്. അല്ലെങ്കിൽ നമ്മുടെ പുരയിടത്തിലെ വലിയ വലിയ കാടുകൾ അല്ലെങ്കിൽ മറ്റൊക്കെ വെട്ടി നശിപ്പിച്ച് ദൂരോട്ടുള്ള കാടുകൾ, നമ്മുടെ വീടിന്റെ പരിസരത്തുള്ള കാടുകളൊക്കെ വൃത്തിയാക്കണം. കാരണം നമ്മുടെ വീടിന്റെ ജനാല സ്ഥലങ്ങൾ അതുപോലെ സ്ഥലങ്ങളിലൊക്കെ കാടുകൾ നല്ല തീയും അവിടെ കൂടെയൊക്കെ പാമ്പ് നമ്മുടെ റൂമിലേക്കും ജനൽ വഴിയൊക്കെ അകത്ത് കടക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബെഡ്റൂമുകൾ ഒരിക്കലും പരിശോധിക്കാറില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എല്ലാ ദിവസവും കിടക്കുന്ന സമയത്ത് നമ്മുടെ ബെഡുകൾ തട്ടി കുടഞ്ഞിട്ട് കിടക്കാൻ പ്രധാനപ്പെട്ട സുന്നത്താണ്. ആരും ചെയ്യാറില്ല. എന്തുകൊണ്ടാണ്? കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പുള്ള വാർത്തകൾ നാം വായിച്ചതാണ്. അത് കുട്ടി മരണപ്പെടാനുള്ള കാരണം അല്ലെങ്കിൽ നമ്മുടെ പലർക്കും അങ്ങനെ അപകടം സംഭവിച്ചതൊക്കെ ബെഡ്റൂമിന്റെ അല്ലെങ്കിൽ ബെഡിന്റെ അടിയിൽ നിന്നൊക്കെ പാമ്പ് അപായപ്പെടുത്തിയത് കാരണമാണ്. അല്ലാഹുവിന്റെ ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദുആ നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്. വൈകുന്നേര സമയങ്ങളിൽ 3 പ്രാവശ്യം ആ ദുആ ചെയ്താൽ അന്നത്തെ ദിവസം രാത്രിയിൽ അവൻ ഒരു വിഷജന്തുവും അല്ലെങ്കിൽ ഒരു ക്ഷുദ്രജീവിയും അവനെ അപായപ്പെടുത്തുകയില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സന്ദർഭത്തിൽ ഒരു സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് കടന്നു വന്നു. നബിയെ, ഇന്നലെ രാത്രി തേട് കൊത്തി. ആ തേട് കൊത്തിയതിന്റെ വേദന കൊണ്ട് നബിയെ എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നീ ഈ ദുആ ചെയ്തിട്ട് നീ കിടന്നിരുന്നു എങ്കിൽ ഇന്നത്തെ രാത്രി നിന്നെ ഒരു വിഷജീവിയും അല്ലെങ്കിൽ ഇന്നലത്തെ രാത്രി ഒരു വിഷജീവിയും എന്നെ അപായപ്പെടുത്തുമായിരുന്നില്ല എന്ന് ആ സ്വഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. നമുക്കെല്ലാം ആ ദുആ അറിയാം, പരിശുദ്ധമായ ഹദ്ദാദിൽ ഏറ്റവും ശ്രേഷ്ഠമായി നാം ചൊല്ലി വരാറുള്ള അതിൽപ്പെട്ട ഒരു ദുആയും കൂടിയാണ്. പരിശുദ്ധമായ ഹദ്ദാദിന്റെ ഏറ്റവും ദിക്റുകളൊക്കെ ഏറ്റവും ശ്രേഷ്ഠമായ ദിക്റാണ്. പക്ഷെ നമുക്കത് സമയമില്ല. ഹദ്ദാദിന്റെ സമയങ്ങൾ വീടുകളിൽ ഹദ്ദാദ് പതിവാക്കണം. അതുപോലെ മക്കളെ കൊണ്ട് ഹദ്ദാദ് ഓതിപ്പിക്കണം. നമ്മുടെ പള്ളികളിൽ ഹദ്ദാദ് ഉണ്ട്, പക്ഷേ ഹദ്ദാദിലെത്തണം. ഇതൊക്കെ ഏറ്റവും ശ്രേഷ്ഠമായ നമ്മുടെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ടാകാതെ നമ്മുടെ ജീവിതത്തെ സംരക്ഷിക്കുന്ന ദിക്റുകളാണ്. അതിൽപ്പെട്ട അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരു ദുആയാണ് ഹദ്ദാദിൽ ചേർക്കപ്പെട്ടത്. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ്. എല്ലാവർക്കും അറിയാം
സ്വഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വൈകുന്നേരം ഈ ദിക്ർ, ഈ ദുആ അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ എന്നുള്ള ദുആ വൈകുന്നേരത്ത് ഒരാൾ ചൊല്ലിയാൽ അന്നത്തെ ദിവസം അയാൾക്കൊരു ഉപദ്രവകാരിയായ ഒരു ജീവിയുടെയും ഉപദ്രവം ഏൽക്കില്ല എന്ന് സ്വഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അല്ലാഹു തആല നമുക്ക് എല്ലാ കാവലും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് മധുവാക്കുവാൻ അല്ലാഹു നമുക്ക് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് നമ്മുടെ ഈ സാഹചര്യങ്ങളിൽ ചൂടുമായി ബന്ധപ്പെട്ട ഈ സമയങ്ങളിൽ നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയൊക്കെ പ്രത്യേകിച്ച് ശ്രദ്ധിച്ച്, അതുപോലെ തന്നെ നമ്മുടെ വീടിന്റെ പരിസരങ്ങളൊക്കെ നമ്മൾക്കറിയാം, ഒരുപാട് നമ്മുടെയൊക്കെ വീടുകളിലേക്ക് ചുറ്റുഭാഗത്ത് വീടിനോട് ചേർന്ന് വിറകുകളൊക്കെ അടുക്കി വെക്കാറുണ്ട്. ഒരുപാട് എല്ലാ വീടുകളിലും അങ്ങനെ തന്നെയാണ്. അതൊന്നും നാം ശ്രദ്ധിക്കാറില്ല. പക്ഷേ ഇവിടെയൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി ഈ സമയങ്ങളിലൊക്കെ വളരെ ജാഗ്രതയോടുകൂടിയുള്ള ഒരു നിരീക്ഷണം നമുക്ക് ഉണ്ടാകണം. അതുപോലെ തന്നെ രാത്രി സമയങ്ങളിലൊക്കെ നാം ടോർച്ച് ഉപയോഗിച്ചായിരിക്കണം എന്തെങ്കിലും പുറത്തേക്ക്. നമ്മൾ വീടിനകത്ത് നമ്മൾ സാധാരണ പോകാറുള്ളത് പോലെ പോകും. പക്ഷെ ഇത്തരത്തിൽ ഒരുപാട് ഈ സമയങ്ങളിൽ ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ്. അല്ലാഹു തആല ഈ ദിക്റുകളൊക്കെ പതിവാക്കി എല്ലാ ഉപദ്രവങ്ങളിലും അല്ലാഹു തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പരിപൂർണ്ണ സംരക്ഷണം അല്ലാഹു തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിപൂർണ്ണ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോട് മരിക്കാൻ അല്ലാഹു തആല നമുക്ക് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.